ഇറ്റലിയിലെ റോം. പുറത്ത് മരം കോച്ചുന്ന തണുപ്പാണ്. 94-കാരനായ റെൻസോ അപ്പാപ്പനെ നോക്കുന്ന കെയർ ടേക്കറാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ച് കൃത്യം 2 മാസമായ സമയം. പ്രിയതമയുടെ വിയോഗത്തിൽ എന്നും കരയുന്ന അപ്പാപ്പൻ. ആ വീട്ടിലെ ശൂന്യതയിൽ എവിടെയോ ഒരു നിഗൂഢത ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ഒരു സന്ധ്യാനേരം ജനലുകളും വാതിലുകളും കാറ്റുപോലും കടക്കാത്ത വിധം ഞാൻ ഭദ്രമായി അടച്ചിരുന്നു. എൻ്റെ മുറിയിലെ സോഫയിലിരുന്ന് പുസ്തകം വായിക്കുകയാണ് ഞാൻ. തൊട്ടടുത്ത മുറിയിൽ അപ്പാപ്പൻ ഉറങ്ങുന്നു. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. കൊളുത്തിട്ട എൻ്റെ മുറിയുടെ വാതിൽ അദൃശ്യമായ ഏതോ ശക്തിയാൽ മലർക്കെ തുറക്കപ്പെട്ടു. അന്തരീക്ഷമാകെ പെട്ടെന്ന് തണുത്തുറങ്ങി. പരിഭ്രാന്തനായി ഞാൻ പുറത്തേക്ക് ഓടി. പക്ഷേ അവിടെ ആരുമില്ല. ഉറങ്ങിക്കിടക്കുന്ന അപ്പാപ്പൻ മാത്രം. കാറ്റടിച്ചതാണ്? ഒരിക്കലുമില്ല. പുറത്തെ മഞ്ഞുവീഴ്ചയിൽ ഒരില പോലും അനങ്ങുന്നില്ലായിരുന്നു. പിന്നെ ആരാണ് ആ വാതിൽ തുറന്നത്? പേടി വിട്ടുമാറാതെ രാത്രി 8 മണിക്ക് ഞാൻ നിസ്കരിക്കാൻ നിന്നു. ആ നിശബ്ദതയിൽ എൻ്റെ തൊട്ടു പിന്നിൽ ആരോ വന്ന് നിൽക്കുന്നതായി എനിക്ക് തോന്നി. ആ വ്യക്തിയുടെ ചൂടുള്ള ശ്വാസം എൻ്റെ കഴുത്തിൽ പതിക്കുന്നുണ്ടായിരുന്നു. ആ ശ്വാസത്തിന് ഒരു ശവത്തിൻ്റെ ഗന്ധമുണ്ടായിരുന്നു. പേടിച്ച് വിറച്ചെങ്കിലും തിരിഞ്ഞു നോക്കാൻ എനിക്ക് ധൈര്യമില്ലായിരുന്നു. നിസ്കാരം കഴിഞ്ഞ് വിയർത്ത് കുളിച്ച് ഞാൻ തിരിഞ്ഞു നോക്കി. അവിടെയും ആരുമില്ല. റെൻസോ അപ്പാപ്പൻ അപ്പുറത്തെ മുറിയിൽ TV കാണുന്നു. ആ വീട്ടിൽ ഞാനും അപ്പാപ്പനും മാത്രം. പിന്നെ ആ ശ്വാസം ആരുടേതായിരുന്നു? മരിച്ചുപോയ ആ അമ്മുമ്മ അപ്പാപ്പനെ കാണാൻ വന്നതാണോ? അതോ ഈ വീട്ടിൽ എന്നെ സ്വാഗതം ചെയ്തത് മറ്റാരെങ്കിലുമാണോ? ഇന്നും ഈ വീട്ടിലെ ഓരോ അനക്കത്തിലും ഞാൻ ആ സാന്നിധ്യം അറിയുന്നുണ്ട്. ആ ആത്മാവ് എന്നെ ഒന്നും ചെയ്യില്ലെന്ന വിശ്വാസത്തിൽ ഭയത്തെ കൂട്ടുപിടിച്ച് ഞാൻ ഇന്നും ഇവിടെ തന്നെ തുടരുന്നു.